പറവൂർ നഗരമധ്യത്തിന് സമീപം അനധികൃത മണലൂറ്റ് കേന്ദ്രം. നഗരസഭാ വൈസ് ചെയർമാന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള അനധികൃത സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വടക്കൻ പറവൂർ വെടിമറ ഫയർ സ്റ്റേഷന് സമീപം 2 ഏക്കറോളം വരുന്ന പ്രദേശം വളച്ചുകെട്ടിയാണ് അനധികൃത മണലൂറ്റ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പെരിയാറിൽ മണൽവാരൽ നിരോധനം നിലനിൽക്കുന്നതിനാൽ നിർമ്മാണ മേഖലയിൽ മണൽക്ഷാമം രൂക്ഷമാവുകയും ചെയ്തതോടെ പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മണൽ മാഫിയ സംഘങ്ങൾ മണൽ ഖനനത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മണൽ ലഭ്യമായ പ്രദേശങ്ങളിൽ നിന്നും JCB ഉപയോഗിച്ച് ഖനനം ചെയ്തെടുക്കുന്ന മണലിന് പകരം വില കുറഞ്ഞ ചെങ്കൽപ്പൊടിയിട്ട് നികത്തിയെടുക്കുന്നതാണ് തന്ത്രം. സന്ധ്യ വൈകുന്നതോടെ JCBയുടെ സഹായത്താൽ ഖനനം ചെയ്തെടുക്കുന്ന മണൽ പുലരും മുമ്പ് ഇവിടെ നിന്ന് കടത്തും. അയൽ സംസ്ഥാനങ്ങളിലേക്ക് വരെ കയറ്റിവിടുന്ന മണലിന് ലോഡ് ഒന്നിന് 40,000 മുതൽ 50,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. എന്നാൽ അനധികൃത മണലൂട്ട് കേന്ദ്രത്തെ കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത്. മനോരമ ന്യൂസ്, വടക്കൻ പറവൂർ. അതേസമയം അനധികൃത മണലൂറ്റ് കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി. മനോരമ ന്യൂസിന് വേണ്ടി വാർത്തകൾ ശേഖരിക്കുന്ന ബാബുക്കുട്ടിന് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ബാബുക്കുട്ടിന്റെ ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അനധികൃത മണലൂറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്.